എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ലോൺലി ആയി പോകുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ അത് പലർക്കും വലിയൊരു വേദനയാണ്. നമ്മൾ ആരെങ്കിലുമായി തീരുക, ബിലോങ്ങിങ്. അപ്പം ചില ആൾക്കാർ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുക, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, അപ്പോൾ എന്നെ കാത്തിരിക്കാൻ ആരുമില്ല, ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ടതായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊരു വലിയ ഔഷധമാണ്, തെറാപ്പിയാണ്. സബ് കോൺഷ്യസ് മൈൻഡിനെ ഏറ്റവും ശക്തമായിട്ട് റീപ്രോഗ്രാം ചെയ്യുന്ന മെത്തേഡാണ്. എപ്പോഴും നമ്മുടെ കൂടെ ഈ ആൾക്കാരുള്ളൊരു ഫീലിംഗ് എപ്പോഴും മനസ്സിനകത്ത് നമുക്ക് നിലനിർത്താനായിട്ട്. അപ്പോൾ ഒറ്റപ്പെട്ടതായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസിഡ് ഡ്രീം പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കൂടെ ഓൾറെഡി ഇതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് അവർ മനസ്സിലാക്കാനും പിന്നീട് അവർക്ക് ഫോളോ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത് ചെയ്തത്. അപ്പം ഇന്ത്യയിൽ ഇതിന് കാര്യമായുള്ള ട്രെയിനിങ് നടക്കുന്നില്ല, പക്ഷേ ലോകത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഇതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങൾ നടക്കുകയും അതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു നമ്മുടെ ഒരു ഉപബോധ മനസ്സിനെ വേണ്ട വിധത്തിൽ പ്രോഗ്രാം ചെയ്തെടുക്കാനായിട്ട്, നമുക്ക് വലിയ ബന്ധങ്ങൾ നമ്മൾ തുടങ്ങാനായിട്ട് ആത്മവിശ്വാസം നൽകും. അതുപോലെ തന്നെ നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു തോന്നലിന് പകരം സ്വപ്നത്തിൽ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ വികാരങ്ങൾ തുറന്നു പറയാനായിട്ട്, യഥാർത്ഥത്തിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു തുറന്ന സംസാരത്തിനുള്ള ആൾക്കാരുള്ളതായിട്ട് തന്നെ നമുക്ക് അവരെപ്പോഴും കൂടെ ഉള്ളതായിട്ടും. അപ്പോൾ അങ്ങനെ കണ്ട് നമ്മുടെ മൈൻഡിനെ അങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് സമൂഹത്തിലേക്ക് അതനുസരിച്ച് നമ്മളൊരു റെസ്പോൺസ് വരുമ്പോൾ നമുക്ക് നല്ല നല്ല ബന്ധങ്ങൾ സമൂഹത്തിൽ നമുക്കുണ്ടാകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് അതിന് പറ്റിയ സാഹചര്യങ്ങൾ തന്നെ ഉണ്ടായി കിട്ടും. പിന്നെ ലോ ഓഫ് അട്രാക്ഷനും അതിനകത്ത് ശക്തമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇടപെടൽ നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇടപെടൽ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമായിരിക്കും. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാരുടെ വേദനകൾ, പക്ഷെ അതിന് പകരം നമുക്ക് സ്വപ്നത്തിൽ കുറച്ചുകൂടെ കൂടുതൽ ക്ലോസ് ആയിട്ട് നേടാൻ, സംഭാഷണം നടത്താനായിട്ട്, മനസ്സിൽ ശാന്തി ലഭിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കാനായിട്ടും ഒക്കെ. ഫോർ എക്സാമ്പിൾ, ഒരു ഡിവോഴ്സ് ബന്ധത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഒരാൾ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ആരെയും വിശ്വസിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലാത്ത, എല്ലായിടത്തു നിന്നും വേദന മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അനേകം ആൾക്കാരിങ്ങനെ ഒറ്റപ്പെട്ടു പോയിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പുതിയ ആൾക്കാരെ പലപ്പോഴും സമീപിക്കാൻ തന്നെ അവർക്ക് ഭയമാണ്. അപ്പോൾ നമുക്ക് ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് അവർ എല്ലാ ദിവസവും അവരാഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നതായിട്ടും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നതായിട്ടും, ആ റിലേഷൻഷിപ്പ് എല്ലാ അർത്ഥത്തിലും അതിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവങ്ങളും നമ്മൾ അനുഭവിക്കുന്നതായിട്ടും അഭ്യസിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആത്മവിശ്വാസം ഒരുപാട് വർദ്ധിക്കും. നമ്മുടെ മനസ്സും, പ്രത്യേകിച്ച് ഉപബോധ മനസ്സും ബോധ മനസ്സും രണ്ടും അപ്പോൾ നിരസിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയമില്ല. നമുക്ക് സ്വപ്നത്തിൽ തന്നെ ഈ റിജക്ഷൻ, അപ്പോൾ റിജക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് പല പ്രാവശ്യം നേരിട്ട് നമുക്കത് റിജക്ഷൻ ആകാത്ത രീതി കൈകാര്യം ചെയ്യാനും, അപ്പോൾ റിജക്ഷനെ നമുക്ക് റിജക്റ്റ് ചെയ്യാനും, നമുക്ക് സ്വീകാര്യതയിലേക്ക് നമുക്ക് ഭയം തീർത്തും നമുക്ക് ഇല്ലാതായി നമുക്ക് ആക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിനെക്കുറിച്ച് ഈ അഡിലൈഡ് യൂണിവേഴ്സിറ്റി, ഡെൻഹോം ആസ്പി, ഓസ്ട്രേലിയയിലുള്ള യൂണിവേഴ്സിറ്റിയാണ്, 2017 ഇതിനെക്കുറിച്ചൊരു വലിയ പഠനം നടത്തിയിരുന്നു. ന്യൂമോണിക് ഇൻഡക്ഷൻ ഓഫ് ലൂസിഡ് ഡ്രീം, മൈൽഡ് എന്ന് പറയും. അത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചും അത് പബ്ലിഷ് ചെയ്തിട്ടുള്ള റിസർച്ചസാണ്. അപ്പോൾ അത് നമുക്ക് തരുന്ന ഒരു സയൻറ്റിഫിക് ബാക്കിങ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ സേഫായിട്ട് ചെയ്യാവുന്ന, നമുക്ക് പലപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പല ആക്ടിവിറ്റിയും മെഡിറ്റേഷനൊന്നും നമ്മൾ കൃത്യമായിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ നമുക്കിത് നമ്മൾ പക്ഷേ മെഡിറ്റേഷൻ പഠിക്കുന്ന അത്രയും സ്പീഡിലല്ല, അതിലും കുറച്ചുകൂടെ നമുക്ക് താമസം എടുക്കും. 10-30 ദിവസത്തോളം ഇത് വേണ്ടി വരും നമ്മളൊരുവിധം ഇതായി വരാനായിട്ട്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ നല്ല സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ സമയം എല്ലാ ഉറക്കങ്ങളും വലിയൊരു സെലിബ്രേഷനായിട്ട് മാറ്റി നമുക്ക് ഒരു സപ്പോർട്ടീവ് സർക്കിൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ കണ്ടെത്താനായിട്ട്, അതിൽ നിന്ന് വലിയ പ്രചോദനം ലഭിക്കാനായിട്ട്, പിന്നെ ഒരു കുടുംബത്തിൽ നമുക്ക് കലഹങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഡിസ്ഫങ്ഷണൽ ഫാമിലി ആണെങ്കിൽ അതിന് പകരം നമ്മൾ സ്വപ്നത്തിൽ അവരോടൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നതായിട്ട്, ഇടപെടുന്നതായിട്ട്, അവരുടെ തെറ്റിദ്ധാരണകൾ മാറിയതായിട്ട്, അവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നതായിട്ടുമുള്ള, അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആവശ്യങ്ങൾ, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ നമുക്കത് ഇതിലൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അങ്ങനെ നമുക്ക് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്ന,
അപ്പോൾ പിന്നെ സമയം നമുക്ക് ചില ആൾക്കാർക്ക് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ വരുന്ന നമുക്ക് ലൈഫിൽ വലിയ സെൽഫ് വർത്ത് നമുക്ക് അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് അതൊരു യാഥാർത്ഥ്യമായി നടന്നതായിട്ടൊരു ബോധത്തോടു കൂടി, പിന്നെ നമുക്കൊരാൾ വേണം, അതങ്ങനെ ഒരാളുണ്ട്, നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ, വാട്ട് യു സീക്കിങ് ഈസ് സീക്കിങ് യു എന്ന് പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കുന്ന എന്താണോ അത് നിങ്ങളെയും അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുന്ന റൂമി പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു കെയർ ലഭിക്കാനായിട്ട്. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷൻ അവൻ ജോലിയിലേക്ക് വളരെ ഫോക്കസ്ഡ് ആയി കഴിയുമ്പോൾ അവനെ കെയർ മറന്നു പോകുന്ന ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട്. പ്രണയിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കും വലിയ കെയറൊക്കെ ആയിരുന്നു, പക്ഷേ അതിനുശേഷം അവൻ കെയർ മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ മനസ്സിന് വിഷമമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഉറക്കത്തിൽ അത് വ്യക്തമായിട്ട് അനുഭവിക്കുകയും തന്നെ നമുക്ക് ഒത്തിരി കെയർ തരുന്നതായിട്ട് നമ്മൾ കണ്ട് നമ്മുടെ പ്രതികരണം ഒരു വല്ലാത്തൊരു രീതിയിലേക്ക് ആകാം. അപ്പോൾ ആ ആശയവിനിമയത്തിന് നമുക്ക് തടസ്സങ്ങളുണ്ട്. സ്വപ്നത്തിൽ നമുക്ക് സംസാരത്തിന് ഒരു പരിശീലനം നമുക്ക് നടത്തുക, തുറന്ന് പറയാനായിട്ട് യഥാർത്ഥത്തിൽ നമുക്ക് സംസാരിക്കണമെന്ന് മെച്ചപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളത്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഭാര്യയും ഭർത്താവുമായിട്ട് പല കാര്യവും, ഇപ്പോൾ സെക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ തുറന്ന് പറയത്തില്ല. പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്തോ ഒരു ശക്തി അവരെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നുണ്ട്. ഇത് നമുക്ക് തീർച്ചയായിട്ടും ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് നമുക്ക് പറയാം, എണ്ണയോട് നമുക്ക് പറയാം, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറയാം, അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിലൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇൻഡ്യൂഷൻസ് കിട്ടും, നമുക്ക് ആ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ സ്വപ്നത്തിൽ ആ വിഷയങ്ങളെല്ലാം തരണം ചെയ്ത് അത് ഒരു നല്ല സിനാരിയോ പ്രാക്ടീസ് ചെയ്ത് അതൊരു യഥാർത്ഥമാക്കി മാറ്റി, ജീവിതത്തിൽ യഥാർത്ഥമാക്കി മാറ്റി സ്ലോലി അത് ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് യാഥാർത്ഥ്യമായി മാറും. അപ്പോൾ ഇനി നമുക്ക് വിശ്വാസം നമുക്ക് കുറവാണോ, സ്വപ്നത്തിൽ നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരില്ലേ, അതിന് പകരം നമുക്ക് ബന്ധത്തിൽ നമുക്ക് റീബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു രീതി നമുക്ക് വളരെ ഉപയോഗിക്കാം. പിന്നെ നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല, നിങ്ങളോട് ആർക്കും എമ്പതി ഇല്ല, നിങ്ങൾക്ക് കരുണയില്ല, മറ്റുള്ളവരെ നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഈ അവസ്ഥയ്ക്കൊക്കെ നമുക്ക് ഒരു വളരെ മാറ്റം വരാവുന്നതാണ്. നമുക്കൊരു 10-30 ദിവസത്തെ ശക്തമായ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ലൂസിഡ് ഡ്രീം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കിത് നേരിട്ട് വന്ന് നേരിട്ട് ക്ലാസ് എടുത്ത് പഠിപ്പിക്കാനായിട്ട് സമയമില്ല. ഞാൻ പഠിപ്പിക്കുന്ന മുഴുവൻ ഇപ്പോൾ ഓൺലൈനിലാണ്. അപ്പോൾ ഓൺലൈനിൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊരു പ്രയോജനമുണ്ട്. മലയാളികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും അവർക്ക് അഫോർഡ് ചെയ്യാവുന്ന പ്രൈസിൽ, പിന്നെ മലയാളികളല്ലാത്ത ആൾക്കാർക്കും ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള പ്രോഗ്രാമിലാണെങ്കിലും അതിനകത്താണെങ്കിലും അവർക്കത് പഠിക്കാം. അതുകൂടാതെ ഇതിനെക്കുറിച്ച് കിട്ടുന്ന ലോകത്തിൽ ഒരുപാട് ബുക്കുകൾ ഇതിനെക്കുറിച്ച് കിട്ടാനുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നേരിട്ടൊരു ഒരു 10-30 ദിവസം ഇത് ചെയ്ത് ഈ ഒരു സ്കില്ല് നിങ്ങൾ കരസ്ഥമാക്കിയതിന് ശേഷം അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ബന്ധങ്ങളിൽ നമുക്ക് തെറ്റിദ്ധാരണയുണ്ടോ, സ്വപ്നത്തിൽ നമുക്ക് സിറ്റുവേഷൻ നമുക്ക് റീവിസിറ്റ് ചെയ്യാം, അതിൽ ക്ലാരിറ്റി ലഭിക്കുന്ന രീതിയിൽ. നിങ്ങളുടെ ഏകാന്തതയുടെ ദുഃഖം ഇങ്ങനെ തളം കെട്ടി നിൽക്കുകയാണോ, സ്വപ്നത്തിൽ നമുക്ക് ജോയ്ഫുള്ളായിട്ട് ഹൈലി ഇൻട്രാക്റ്റീവായിട്ടുള്ള അവസ്ഥ നമുക്ക് സാഹചര്യങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമ്മൾ ഒരുപാട് സന്തോഷം നമ്മൾ അനുഭവിക്കുന്നതായിട്ട്. അപ്പോൾ നമുക്ക് ചില ബന്ധങ്ങൾ തുടങ്ങാൻ അറിയുന്നില്ലേ, തുറന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഫസ്റ്റ് കോൺവെർസേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ, അപ്പോൾ എവിടെ നിന്നാണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അനേകം പ്രാവശ്യം നമുക്ക് ലൂസിഡ് ഡ്രീമിങ്ങിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം റിയൽ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ അടക്കി ഒതുക്കി അടച്ചു വെച്ചിട്ടുണ്ടോ, സ്വപ്നങ്ങളിൽ നമുക്കത് തുറന്നെടുക്കാം, ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾ ആരെയും മോശമായിട്ട് കാണത്തില്ല. ഇമോഷണൽ റിലീസ് ലഭിക്കും. നിങ്ങൾ സ്വപ്നത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ അതിൻ്റെ അകത്ത ഒരു പ്രത്യേകതകളും ഹോർമോണൊക്കെ അതനുസരിച്ച് മാറ്റം സംഭവിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരാളോട് ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിക്കാനുള്ള ജാള്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജാള്യതയില്ലാതെ സ്വപ്നത്തിൽ നമുക്കത് ചോദിക്കാനായിട്ട് പറ്റും. നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു കെട്ടിക്കിടക്കുന്ന ആ ഒരു വിങ്ങൽ നഷ്ടപ്പെടും. പിന്നെ നീ വേണ്ടാത്തവളാണെങ്കിൽ നീ വേണ്ടാത്തവനാണെന്നുള്ളതിന് പകരം എല്ലാ സ്ഥലത്തും വേണ്ടപ്പെട്ടവനാണെന്നുള്ള എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാനായിട്ട്, ഒരു സെൽഫ് അക്സെപ്റ്റൻസ് വർദ്ധിക്കാനായിട്ട്, നമ്മുടെ സോഷ്യൽ സ്കില്ല് ഇനോർമസ് ആയിട്ട് കൂട്ടാനായിട്ട്, സ്വപ്നത്തിൽ നമുക്ക് റോൾ പ്ലേ ചെയ്യാനായിട്ട്, വലിയ രംഗങ്ങളിലും ഇടത്തരങ്ങളിലും എല്ലാം നമുക്ക് ഒരു ഇൻട്രാക്ഷൻ വളരെ സ്മൂത്തായിട്ട് നമുക്ക് അതിൻ്റെ സ്കില്ല്, സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ബന്ധങ്ങൾ നിലനിർത്താനായിട്ട്. അപ്പോൾ സ്വപ്നത്തിൽ നമുക്ക് കോൺഫ്ലിക്റ്റുകൾക്ക് റെസൊല്യൂഷൻ പ്രാക്ടീസ് ചെയ്യാം.
ആ ഏത് സ്ഥിതിയിലാണോ നമ്മൾ പോകേണ്ടത്. അപ്പം ഒരാളോട് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള അവസരം. അപ്പോൾ ഒരു സെൽഫ് കോൺവെർസേഷൻ നമ്മളിത് എടുത്ത് ഉപയോഗിക്കാനായിട്ട്, യാഥാർത്ഥ്യം സൃഷ്ടിക്കാനായിട്ട്, ഓപ്പൺനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, പിന്നെ മറ്റുള്ളവരോട് നമുക്ക് അസ്വസ്ഥത തോന്നുകയോ അല്ലെങ്കിൽ അസൂയ തോന്നുകയോ, സ്വപ്നത്തിൽ അതിന് പകരം നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. നിറച്ച് എല്ലാ ദിവസവും അത് നിങ്ങളിൽ ഒരുപാട് പോസിറ്റിവിറ്റി ഉയരും. പഴയ വേദനകൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക്, പക്ഷേ സ്വപ്നത്തിൽ നമുക്കതെല്ലാം ഹീൽ ചെയ്ത് വിഷ്വലൈസേഷൻ്റെയൊക്കെ ഒരു ഫൈനസ്റ്റ് അവസ്ഥയിൽ ഒരു ഇമോഷണൽ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നതായിട്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താണോ ഒരു കോൺഫിഡൻസ് കുറയുന്നുണ്ടോ, സ്വപ്നത്തിൽ നമുക്കൊരു സ്റ്റേജ് കോൺഫിഡൻസ്, പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണോ, ഇല്ലെങ്കിൽ നമുക്ക് പ്രസൻസ് വളരെ വർദ്ധിപ്പിക്കണോ, ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുമോ എന്നുള്ള ഭയമുണ്ടോ, സ്വപ്നത്തിൽ നമ്മൾ അതിനെല്ലാം നമുക്ക് എപ്പോഴും നല്ല ഐഡിയൽ കമ്പാനിയനുള്ളതായിട്ട് ആ കമ്പാനീൻ്റെ കൂടെ തന്നെ നമുക്ക് ജീവിക്കാം. അപ്പോൾ പ്രതീക്ഷ നമുക്ക് ഉയരും. അപ്പോൾ ബന്ധങ്ങളിൽ ട്രസ്റ്റോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ നമുക്ക് കുറച്ചുകൂടെ സെക്യൂർഡായിട്ട് ജീവിക്കണോ, നമുക്ക് കുറച്ചുകൂടെ ഓപ്പണായിട്ട് ജീവിക്കണോ. അപ്പോൾ പലപ്പോഴും നമ്മൾ ആരുടെയും ഭാഗമല്ലെന്നുള്ളൊരു തോന്നൽ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് പകരം നമ്മളൊരു കമ്മ്യൂണിറ്റി അനുഭവം വെച്ചുകൊണ്ട്, എപ്പോഴും ഒരു ബിലോങ്ങിങ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട്, ഒരു സെൽഫ് ലവ് നമുക്ക് ഇനി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, നേരിട്ട് പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് സെൽഫ് അപ്രിസിയേഷൻ പ്രാക്ടീസ് ചെയ്യാം, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം, ആത്മസ്നേഹം അങ്ങ് വല്ലാതെ വർദ്ധിപ്പിക്കാം നമുക്ക്. അതുപോലെ തന്നെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ള പേടി വേണ്ട. അതിന് പകരം നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ട് ബന്ധങ്ങളിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട്, ലോൺലിനെസ്സിന് പകരം ലോൺലെസ് വഴിയുള്ള ഡിപ്രഷൻ മാറ്റിയതിന് ശേഷം നമുക്കൊരു ജോയ്ഫുള്ളായിട്ടുള്ള ത്രില്ലിങ് മൊമെൻറ്റ്സ് ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്ത് മൂഡ് എപ്പോഴും അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട്, പുതിയ ചില ഗ്രൂപ്പുകളിൽ ചേർന്നുകൊണ്ട്, നമുക്ക് സ്വപ്നത്തിൽ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻസ് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട്, അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു സുഖ അനുഭവം, അപ്പം ജീവിതം വളരെ വിലപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് സംശയമൊന്നുമില്ല, ഒരു പൂർണ്ണ ബോധ്യതയിലേക്ക് വരുന്ന ആ ഒരു അനുഭവം നമുക്ക് സൃഷ്ടിക്കാനായിട്ടും കോൺഫിഡൻസ് വീണ്ടെടുക്കാനായിട്ടും, പിന്നെ നമുക്ക് ആരോടും അടുക്കാനായിട്ടും ഒരു പോസിറ്റീവ് ബോണ്ടിങ് കൊണ്ടുവരാനായിട്ടും, നമുക്കതുപോലെ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാനായിട്ടും, അപ്പോൾ നമുക്കൊരു ബന്ധങ്ങളിൽ നമ്മളുണ്ടായിട്ടുള്ള മിസ്റ്റേക്കിൻ്റെ റെപ്പറ്റീഷൻ മാറ്റിയിട്ട് നല്ല മൊമെൻറ്റ്സിൻ്റെ റെപ്പറ്റീഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട്, ഹെൽത്തിയർ പാറ്റേൺ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എപ്പോഴും ബന്ധങ്ങളിൽ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിങ്ങളുടെ പ്രസൻസ് കൊണ്ടുവരാനായിട്ട്, അതൊരു ഇമ്പാക്റ്റ്ഫുൾ പ്രസൻസ്, ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനായിട്ട്, മീനിങ് ഫുൾ കണക്ഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട്, അപ്പോൾ സ്വപ്നത്തിൽ നമുക്കൊരുപാട് കോൺവെർസേഷൻസ് കൊണ്ടുവരാനായിട്ട്, അപ്പോൾ മീനിങ് ഫുൾ ബോണ്ടുകൾ ഉണ്ടാക്കാനായിട്ട്, യഥാർത്ഥ സപ്പോർട്ട് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ട്, അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു സപ്പോർട്ടിൻ്റെ സിസ്റ്റം, എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു വലിയ ധൈര്യത്തോടു കൂടി നമ്മളെല്ലാ രംഗത്തും ഭയങ്കര ധൈര്യശാലിയായി പോരാടി വിജയം കൈവരിക്കുന്ന ആളായിട്ട് നമുക്ക് കണ്ടുകൊണ്ട്, അതിൻ്റെ ഒരു നിർവൃതി അനുഭവിച്ചുകൊണ്ട്, നമുക്ക് അതിൻ്റെ ഒരു കൂട്ടായ്മ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലൂസിഡ് ഡ്രീം നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഇതിന് കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്.